വിശ്വപ്രസിദ്ധ എഴുത്തുകാരൻ വില്യം ഷേക്സ്പിയറും അദ്ദേഹത്തിന്റെ നാടകങ്ങളിൽ നിന്നും പ്രചോദനം കൊണ്ട് മലയാളത്തിൽ ചെയ്ത സിനിമകളെക്കുറിച്ചുമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ബാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ എന്നീ സഹോദരങ്ങളും കാണാൻ അവരെപ്പോലെ തന്നെയുള്ള ജഗതീന്ദ്രൻ, ജഗദീഷ് ചന്ദ്രൻ എന്നിവരും ഒരേ സമയത്ത് ഒരു നഗരത്തിലെത്തുകയും വിലപിടിപ്പുള്ള ഒരു വസ്തു കൈമാറ്റം ചെയ്യുകയും കാണാൻ ഒരുപോലെയുള്ളത് കൊണ്ട് തന്നെ അവർ തമ്മിലുണ്ടാകുന്ന കൺഫ്യൂഷൻസുമാണ് ജഗദീഷ് എന്നിവർ അഭിനയിച്ച് 2002 പുറത്തിറങ്ങിയ ജഗദീഷ് ഇൻ ടൗൺ എന്ന സിനിമ. ഈ 4 സഹോദരങ്ങൾ ചെറുപ്പകാലത്ത് വേർപെട്ടു പോയതാണെന്നും സിനിമയുടെ അവസാനം മനസ്സിലാകുന്നു. 1594 വില്യം ഷേക്സ്പിയറിന്റെ ദ കോമഡി ഓഫ് എറേഴ്സ് എന്ന നാടകത്തിന്റെയും കഥ ഏകദേശം ഇതുപോലെ തന്നെയാണ്. ആ നാടകത്തിന്റെ ഒരു അഡാപ്റ്റേഷൻ തന്നെയാണ് ജഗദീഷ് ഇൻ ടൗൺ എന്ന സിനിമ. ഒരു സ്ത്രീ പുരുഷവേഷത്തിൽ രാജകൊട്ടാരത്തിൽ ഒരു പ്രധാന പദവിയിൽ എത്തിച്ചേരുകയും അവിടെ വെച്ചുകൊണ്ട് തന്റെ ഭൂതകാലത്തെ പ്രശ്നങ്ങൾക്ക് പ്രതികാരം ചെയ്യുകയും കൊട്ടാരത്തിലെ മറ്റൊരു സ്ത്രീക്ക് അവരോട് പ്രണയം തോന്നുകയും ചെയ്യുന്ന കഥയാണ് 1601 ഷേക്സ്പിയറിന്റെ 12th നൈറ്റ് എന്ന കഥ പറയുന്നത്. Well begged. The matter is not great, sir. Beg it. എന്നെ നിനക്ക് വീഴ്ത്താം, ചവിട്ടിക്കൊല്ലാം. ഞാനൊരു പാവാണ്. ഈ കഥയോട് സാമ്യമുള്ള ഒരു മലയാള സിനിമയാണ് 1998 റിലീസ് ചെയ്ത ദയ എന്ന ചിത്രം. മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് MT വാസുദേവൻ നായർ എഴുതി വേണു സംവിധാനം ചെയ്ത ചിത്രമാണത്. പക്ഷേ ആ സിനിമയുടെ കഥ MT എഴുതിയിരിക്കുന്നത് 1001 രാവുകളിലെ ജംറൂദ് എന്ന കഥയുടെ മലയാള ആവിഷ്കാരമായിട്ടാണ്. 1993 ബാലചന്ദ്രമേനോൻ ചിത്രം അമ്മയാണ് സത്യത്തിലും 2006 മോഹൻലാൽ ചിത്രം രസതന്ത്രത്തിലും ഈ ഒരു കഥയുടെ പ്രധാന ഭാഗമായ ആൾമാറാട്ടം ഉപയോഗിച്ചിട്ടുണ്ട്. ഇല്ല, ഞാൻ പോണ. 2 വ്യത്യസ്ത ചേരിയിലുള്ള കുടുംബങ്ങളിലുള്ളവർ തമ്മിലുള്ള പ്രണയവും അവർ നേരിടുന്ന എതിർപ്പുകളും അതവരുടെ മരണത്തിൽ പര്യവസാനിക്കുകയും ചെയ്യുന്ന കഥയാണ് 1597 ഷേക്സ്പിയറിന്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന പ്ലേ പറയുന്നത്. ആ നാടകത്തിന്റെ മലയാളം അഡാപ്റ്റേഷനാണ് 2013 രാജീവ് രവി സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ, ആൻഡ്രിയ എന്നിവർ അഭിനയിച്ച് റിലീസ് ചെയ്ത അന്നയും റസൂലും എന്ന സിനിമ. ആ ചിത്രത്തിൽ വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരുടെ പ്രണയമാണ് കാണിക്കുന്നത്. 2018 ബി അജിത് കുമാർ സംവിധാനം ചെയ്ത് ഷൈൻ നിഗം, നിമിഷ സജയൻ എന്നിവർ അഭിനയിച്ച ചിത്രമാണ് ഈട. ആ സിനിമയും റോമിയോ ആൻഡ് ജൂലിയറ്റിന്റെ അഡാപ്റ്റേഷനാണ്. ചിത്രത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരുടെ പ്രണയമാണ് കാണിക്കുന്നത്. അധികാരം കൈയാളുന്ന വ്യക്തിയെ കൂടെയുള്ള ഒരു സ്ത്രീയുടെ സഹായത്താൽ വിശ്വാസവഞ്ചനയിലൂടെ കൊലപ്പെടുത്തുകയും പിന്നീട് താൻ ചെയ്ത തെറ്റ് മറ്റുള്ളവർ അറിയുകയും അവയെല്ലാം ഒരു ദുരന്തത്തിൽ അവസാനിക്കുകയും ചെയ്യുന്ന കഥയാണ് 1623 ഷേക്സ്പിയർ നാടകം മാക്ബത്ത് പറയുന്നത്. 2021 പുറത്തിറങ്ങിയ ദിലീഷ് പോത്തൻ ചിത്രം ജോജിയും ആ കഥ തന്നെയാണ് പറയുന്നത്. അവിടുത്തെ പ്രജകളുടെ ഒരുവനാണേ. മാക്ബത്തിന്റെ മികച്ചൊരു മോഡേൺ അഡാപ്റ്റേഷനാണ് ജോജി. ഷേക്സ്പിയർ നാടകത്തോട് ഏറെ സാമ്യമുള്ള മറ്റൊരു മാക്ബത്ത് അഡാപ്റ്റേഷനാണ് 2016 ജയരാജ് സംവിധാനം ചെയ്ത വീരം എന്ന ചിത്രം. വടക്കൻ പാട്ടുകളിലെ ചന്തുവിന്റെ കഥയാണ് ആ ചിത്രം പറയുന്നത്. എന്നാൽ ആ ചിത്രത്തിന് മാക്ബത്തുമായി ഏറെ സാമ്യമുണ്ട്. പടക്കുറുപ്പ് ജയിക്കട്ടെ. അല്ല, ഞാൻ ആരോമചേകോന്റെ പടക്കുറുപ്പല്ല. നന്നായി വരട്ടെ. വരുംകാലം 18 കളരിക്കും ചേകോൻ നന്നായി വരട്ടെ. 18 കളരിക്കും ചേകോനാ? All hail Macbeth! Hail to the Thane of Cawdor! All hail Macbeth, that shall be king hereafter. കുടുംബത്തിലെ നന്മയുടെ പ്രതീകമായ കഥാപാത്രത്തെ കുടുംബനാഥൻ തന്നെ പുറത്താക്കുകയും പിന്നീട് കുടുംബത്തിലെ മറ്റുള്ളവർ ചേർന്ന് കുടുംബനാഥന്റെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യും. അധികാരം പിടിച്ചെടുത്തവർ കുടുംബത്തിന്റെ ശത്രുക്കളുമായി ഒത്തുപോവുകയും ചെയ്യുന്നു. ഈ സമയത്ത് പുറത്താക്കപ്പെട്ടയാൾ തിരിച്ചെത്തുകയും തന്റെ പ്രതികാരം ചെയ്യുന്നതുമായ കഥയാണ്
1606 ഷേക്സ്പിയർ നാടകം കിങ് ലിയർ പറയുന്നത്. ഈ നാടകത്തിന്റെ ഏറ്റവും മികച്ച ഒരു മലയാളം അഡാപ്റ്റേഷനാണ് 2014 അമൽ നീരദ് ചിത്രം ഇയോബിന്റെ പുസ്തകം. അനുഷി, നീ കമ്മ്യൂണിസ്റ്റ് ആണോ? നീ ഇവിടെ ഇല്ലായിരുന്നപ്പോ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇറങ്ങണ പുറത്ത്, ഇറങ്ങാൻ. There is no unity among us. Soon we shall be at each other's throats. If that is so, you're no longer my youngest son. I cut the bond between us. You are now a stranger to me. മാസ്റ്റർ, I never want to see your face again. Go now, get out of my sight! കിങ് ലിയറിന്റെ ലോകപ്രസിദ്ധമായ മറ്റൊരു അഡാപ്റ്റേഷനാണ് അക്കിറ കുറോസാവ സംവിധാനം ചെയ്ത് 1985 റിലീസ് ചെയ്ത ഷേക്സ്പിയറിന്റെ മറ്റൊരു പ്രണയ ദുരന്ത കഥയാണ് ആന്റണി ആൻഡ് ക്ലിയോപാട്ര. ആ നാടകവും മലയാളത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. 2001 പുറത്തിറങ്ങിയ കണ്ണകി എന്ന ചിത്രം. ക്ലിയോപാട്രയായി നന്ദിതാദാസ് അവതരിപ്പിക്കുന്ന കഥാപാത്രം കണ്ണകിയാണ്. മാർക്ക് ആന്റണിയായി ലാൽ അവതരിപ്പിക്കുന്ന മാണിക്യം എന്ന കഥാപാത്രവും, ഒക്ടോവിയസ് സീസറായി സിദ്ദിഖ് അവതരിപ്പിക്കുന്ന ചോമൻ എന്ന കഥാപാത്രവും, ഒക്ടോവിയ എന്ന കഥാപാത്രമായി ഗീതു മോഹൻദാസ് അവതരിപ്പിക്കുന്ന കുമുദത്തെയുമാണ് കാണിക്കുന്നത്. എന്റെ ഒരേ ഒരു പെങ്ങൾ കുമുദത്തെ എന്റെ ഉയിരും ജാക്കിയും എല്ലാമായ മാണിക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. രാജ്യങ്ങൾ പിടിച്ചെടുക്കാനുള്ള യുദ്ധങ്ങൾക്ക് പകരം മലയാള സിനിമയിൽ കോഴിപ്പോരെന്ന അഭിമാന പോരാട്ടത്തെയാണ് കാണിക്കുന്നത്. അച്ഛൻ്റെ മരണത്തിലെ ദുരൂഹതകൾ ചുരുളയിക്കാനും അതിനുള്ള പ്രതികാരത്തിനും വേണ്ടിയെത്തുന്ന മകന്റെ കഥയാണ് ഹാംലെറ്റ് എന്ന ഷേക്സ്പിയർ നാടകം പറയുന്നത്. 2012 ഇന്ദ്രജിത്ത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് റിലീസ് ചെയ്ത കർമ്മയോഗി എന്ന ചിത്രമാണ് ഹാംലെറ്റിന്റെ മലയാളം അഡാപ്റ്റേഷൻ. കാലങ്കോഴിയുടെ കരച്ചിൽ, എന്നിട്ട് കേളിപാത്ര വേഷത്തിൽ രുദ്രൻ വലിയ ഗുരുക്കൾ. From hell, be thy intense, wicked, or charitable, thou comest in such a questionable shape that I will speak to thee. നീ കണ്ട സ്വപ്നം എന്താ? അച്ഛൻ്റെ ആ രൂപം പറഞ്ഞു. അച്ഛൻ്റെ മരണത്തെപ്പറ്റി നമുക്കൊന്നിച്ച് നിൽക്കണം. For the day confined to fast in fires till the foul crimes done in my days of... രണ്ട് വ്യത്യസ്ത ചേരിയിലുള്ളവരുടെ പ്രണയവും വിവാഹവും അതിനുശേഷമുണ്ടാകുന്ന സംശയവുമാണ് ഒഥല്ലോ എന്ന ഷേക്സ്പിയർ നാടകം പറയുന്നത്. മലയാളത്തിലെ ഏറ്റവും മികച്ച ഷേക്സ്പിയർ അഡാപ്റ്റേഷനിലൊന്നാണ് ഒഥല്ലോയുടെ അഡാപ്റ്റേഷനായ കളിയാട്ടം എന്ന ചിത്രം. ആരും അണിങ്ങരുത്. എന്റെ ഭാഗത്തുള്ളവരായാലും 1997 ജയരാജ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി, ലാൽ, മഞ്ജു വാര്യർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കൂടുതൽ രസകരമായ സിനിമാ വിശേഷങ്ങളുമായി വരാം. പീസ്.